ദുൽഖർ സൽമാന്റെ വേഫെയറർ ഫിലിംസ് കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്ന സിനിമയാണല്ലോ കൽക്കി. ഈ ചിത്രത്തിൻ്റെ ഇതുവരെയുള്ള കേരള പ്രീ സെയിൽ കളക്ഷനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാൻ അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു സമയത്ത് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ 25,000-ന് മുകളിൽ ടിക്കറ്റ്സുകളാണ് ഓരോ മണിക്കൂറിലും സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. മികച്ച രീതിയിലുള്ള ആദ്യ ദിന കളക്ഷൻ വേൾഡ് വൈഡ് ഈ ഒരു ചിത്രം നേടുമെന്നത് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. ചിത്രത്തിന് പോസിറ്റീവ് റിപ്പോർട്ട് ാണ് കിട്ടുന്നതെങ്കിൽ വേൾഡ് വൈഡ് ആദ്യ ദിവസം 180 കോടി 200 കോടി റേഞ്ചിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പോസിറ്റീവ് റിപ്പോർട്ടും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഓരോ മണിക്കൂറിലും എത്രത്തോളം ടിക്കറ്റ്സുകൾ ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ട് ആവും എന്നുള്ളത് കണ്ടറിയാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ കേരളത്തിലെ അഡ്വാൻസ് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു തരംഗം ഉണ്ടാക്കാൻ കൽക്കി എന്ന ചിത്രത്തിന് കേരളത്തിൽ സാധിച്ചിട്ടില്ല. ഇനി ഒരു ഓളം കേരളത്തിൽ വരണമെങ്കിൽ ആദ്യ ഷോ കഴിഞ്ഞ് ഒരു പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടണം എങ്കിൽ മാത്രമേ കേരളത്തിൽ കത്തിപ്പടരാൻ ചിത്രത്തിന് സാധിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് ചിത്രത്തിൻ്റെ ഇപ്പോഴുള്ള ഈ 1 മണി വരെ സമയത്തുള്ള പ്രീസെയിൽ കളക്ഷൻ വന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്. കേരളത്തിൽ ഇന്ന് 1 മണി വരെ 64 ലക്ഷം രൂപയാണ് ചിത്രത്തിൻ്റെ ട്രാക്കിംഗ് കളക്ഷൻ. 927 ഷോകൾ ട്രാക്ക് ചെയ്ത സമയത്ത് 35,989 പേര് അഡ്മിറ്റ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള കണക്കാണിത്. ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകളാവുന്ന സമയത്ത് നല്ല രീതിയിലുള്ള മുന്നേറ്റം ചിത്രം നടത്തുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. പ്രഭാസിന്റെ മുന്നേയുള്ള സിനിമകളെല്ലാം കേരള ബോക്സ് ഓഫീസിൽ ദുരന്തമായത് കാരണമായേക്കാം ചിലപ്പോൾ കൽക്കി എന്ന ചിത്രത്തിന്റെ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇതുവരെയും നടത്താൻ സാധിക്കാത്തത്. പോസിറ്റീവ് റിപ്പോർട്ട് വരുന്നതാണെങ്കിൽ കഥ മാറും. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ.